അനുക്കുട്ടി ചേച്ചിന്റെ കല്യാണമാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആ കഴിഞ്ഞു ഫോട്ടോ എടുത്ത് ചൂടോടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. എക്സ്ക്ലൂസീവാ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അവളെ ആ ഒരു സന്തോഷവും എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ എന്താ പറയുക രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. കണ്ണൊന്നും തട്ടാതിരിക്കട്ടെ. അതാ പറയാ കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ ഇങ്ങനെ. അപ്പോൾ അവളും കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കണം എന്ന്. ഇത്ര അവൾ കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് സെറ്റിൽ ആവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളെ സമ്മതിക്കണം. ഷീ ഈസ് റിയലി വെരി സ്ട്രോങ്. കാരണം എന്താ വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. കാരണം ഇത്രയും ഒരു സമയത്തിനുള്ളിൽ എല്ലാം ഓടിച്ചെന്ന് ഒറ്റയ്ക്ക് ചെയ്ത് ഞങ്ങളും കാണുന്നുണ്ടല്ലോ. ഞങ്ങളടുത്ത് കൊച്ചിയിൽ വന്നാലും എല്ലാം സ്വന്തം ചെയ്ത് എല്ലാം തന്നെ സെറ്റാക്കി വേറെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ എല്ലാം തന്നെ ചെയ്ത് അടിപൊളിയാക്കി ഞാൻ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇത്ര പരിപാടിയൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അവളുടെ ലൈഫ് അവൾ എന്നെ അങ്ങോട്ട് പൊരുതി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖത്ത് കാണുന്ന ഗ്ലോ ബ്ലഷ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളുടെ ഒരു ഹാപ്പിനെസ് കണ്ടതിൽ. ഈ ത്രൂ ഔട്ട് അവരുടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഐശ്വര്യം ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഉള്ളെന്ന് നമ്മൾ ആഗ്രഹിക്കാട്ടോ. കാരണം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളതാണെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് അറിയാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കറിയാം എത്രത്തോളം അവർക്ക് ഈ ഒരു മൊമെന്റ് സ്പെഷ്യൽ ആണെന്ന്, നമുക്കും എത്രത്തോളം സ്പെഷ്യൽ ആണെന്നൊക്കെ. അപ്പോൾ ഐ ഹോപ്പ് നീ ഇത് കാണുമ്പോൾ ഒന്നും കൂടെ ഹാപ്പി ആവുമെന്ന്. ഹാപ്പി ആയില്ലെങ്കിൽ നീ അവിടെ കൊച്ചിയിലൊക്കെ വാ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മാരീഡ് ലൈഫ്. അതെ, നല്ലൊരു പാർട്ണറെ കൂടെയാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ കോൺടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളുടെ എന്താ പറയുക എല്ലാവരും പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമായിട്ടാണ്. അങ്ങനെ നമുക്ക് അവളെ പോലെ തന്നെ കുറേ അങ്ങനെ പറയാനൊന്നുമില്ല. പോയപ്പോൾ ഒരു ഫാമിലി ഫീലിംഗ്. ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിലും എൻ്റെ അമ്മയായിട്ടും നമ്മൾ കമ്പനിയാണ്, അനുവിൻ്റെ ഫാമിലി ആയിട്ടും കമ്പനിയാണ്. നമുക്കും ഒരു ഫാമിലി കിട്ടിയ പോലെയാണ് ശരിക്കും. മറ്റേ പരിപാടിയുടെ അന്ന് അനുവിൻ്റെ അമ്മ ഇവക്ക് വാരി കൊടുക്കുക, ഇന്നലെ എനിക്ക് പോകാൻ വാരി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. And we both love you guys a lot. Yes. അനുവിനും ഭുവനും എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. നല്ല അടിപൊളിയായിട്ട് അനുവിടെ ഒരുപാട് നാളത്തെ ആഗ്രഹം പോലെ അടിപൊളിയായിട്ട് നല്ലൊരു മാരീഡ് ലൈഫ്, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കയറിയിട്ട് ഒരുപോലെ ഇറങ്ങി വന്ന രണ്ടുപേരാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് എനിക്കൊന്നും ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ ഏറ്റവും കമ്പനി ഉള്ള ആളാണ്. അന്ന് ബിഗ് ബോസ് വെച്ചാൽ അനു പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന്റെ കാര്യം. പിന്നെ അത് എനിക്കൊന്ന് കല്യാണം ആദ്യം സ്റ്റാർട്ട് തമ്മിൽ ഒരുപാട് സ്നേഹിക്കാറുണ്ട്, ഞാൻ അവളെ കൊഞ്ചിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ തല്ലിടാറുണ്ട്, കുറച്ച് നാൾ പിണങ്ങിയിരിക്കാറുണ്ട്, വീണ്ടും ഞങ്ങൾ കൂടാറുണ്ട്. സ്നേഹമുള്ള ഇടത്തല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അവളുടെ ബിഗ് ഡേയിൽ ഭയങ്കര സുന്ദരിക്കുട്ടിയായിട്ട് ഭുവന്റെ കൈ പിടിച്ച് ഇങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇതിനു മുമ്പും ഞങ്ങളുടെ സർക്കിളിലുള്ള പലരും ഇതുപോലെ കല്യാണം കഴിച്ച് പനി പറയും ചേച്ചി എനിക്ക് ഇന്ന് ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റാൻ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ അനുവിനെ പൊന്നു പോലെ നോക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് എന്താ അനുവിനെ കൊടുക്കാൻ പറ്റിയപ്പോൾ അല്ലെങ്കിൽ അനുവിന് അത്രയും നല്ല ഒരാളെ കിട്ടിയപ്പോൾ വി ആർ സോ മച്ച് പ്രൗഡ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അനുവിനെ സ്റ്റാർ മാജിക്കിലും ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നറായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനുവിനെയും അതുപോലെ തന്നെ ഭുവനെയും എന്താ പറയുക നിങ്ങൾ ബ്ലസ് ചെയ്യുക, അനുഗ്രഹിക്കുക. ആൻഡ് നമ്മൾ മലയാളികൾക്ക് ഒരു തമിഴ് ഒരു എന്താ പറയുക ഒരു സൂപ്പർ പയ്യനെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു വാം വെൽക്കം ടു ഭുവൻ ടു. താങ്ക് യു ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ് ടു ബോത്ത് ഓഫ് യു. ഞാനിപ്പോൾ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള അനുവിൻ്റെ വെഡിങ് പാർട്ടിയിലാണ്. അനുവിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു രീതിയിൽ കല്യാണം അറേഞ്ച് ചെയ്ത് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തണമെന്നുള്ളത്. അതിലൊരു ഭാഗവും പറ്റി. അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ അനു എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സഹപ്രവർത്തകയാണ്. അവളുടെ ഒരു വലിയ ഡ്രീമിൽ പങ്കുചേരാൻ വന്നതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിലൊന്നാണെന്ന് എല്ലാവർക്കും അറിയാല്ല നമ്മുടെ അനുമോളാനിക്കുട്ടിയുടെ കല്യാണം നിന്ന്. ശരിക്കും അനു എൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്ന മാത്രമേ ഉള്ളൂ. എൻ്റെ എപ്പോഴും ഞാൻ എല്ലാവരും പറയും എൻ്റെ അമ്മച്ചിക്ക് വരെ അറിയാം അനുവിൻ്റെ ശരിക്കും എൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർ മാജിക് ടീമിൻ്റെ ഓരോരുത്തരെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാ കല്യാണത്തിനും ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ താലിയേറ്റുന്ന സമയമാകുമ്പോൾ അനുമോൾ എപ്പോഴും ഒരു കരച്ചിലുണ്ട്. എൻ്റെ കൂടെയാണ് എപ്പോഴും ഇരിക്കുന്നത്. പറയുമ്പോൾ കണ്ണ് അറിയോ കട പറയാം ടീമേ എന്നാണ് അനുവിൻ്റെ കല്യാണം നടക്കുന്നത്, അവിടുത്തെ കല്യാണം നടക്കുന്നത്. നമ്മൾ നടക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാനെങ്കിൽ അണിഞ്ഞൊരിഞ്ഞ് വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു പയ്യനെ തന്നെ കിട്ടി. നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് മുമ്പ് തന്നെ അനുമോളിനെ സ്റ്റാർ മാജിക്കിലൂടെയാണ് സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് പ്രായമുള്ള ആൾക്കാരും കുട്ടികളും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് അനു. ഒരു കുട്ടിത്വമാണ് അവൾക്ക്. ആ കുട്ടിത്വമാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അനുക്കുട്ടി കല്യാണം കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇനി മറ്റേ ഭർത്താവിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ അറിയണം. അതിനെക്കുറിച്ച് എല്ലാവർക്കും ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ഒരു വരനെ തന്നെ കിട്ടി. അപ്പോൾ അവർക്ക് ഇനിയുള്ള ലൈഫിൽ നല്ല രീതിയിൽ തന്നെ അങ്ങനെ പോട്ടെ. അനുമോൾ അനുക്കുട്ടിക്കും ഭുവനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. അടിപൊളിയാട്ടാ, ഹാപ്പിയാണ് അനു. ഇന്ന് ഞങ്ങളുടെ അനുവിൻ്റെ കല്യാണമാണ്. ഞാനൊരു 10 വർഷത്തിലധികമായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം നമ്മൾ കാത്തിരുന്നൊരു കല്യാണം. ഞങ്ങളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ മുതൽ ഇങ്ങനെ എന്നായിരിക്കും നമ്മുടെ കല്യാണം എന്നൊക്കെ ആലോചിച്ച് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ഇമോഷൻ ഭയങ്കര വലുതാണ്. അവളുടെ ഹൽദി ഞാൻ മിസ് ചെയ്തു. ഈ കല്യാണം മിസ് ചെയ്തതെന്ന് അത്രയേറെ നിർബന്ധം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല, അവൾ ഒരു മൊമെൻറ്റോടെ എൻജോയ് ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു നമ്മുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരും, ആ സന്തോഷം വരും. നന്നായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ കുടുംബത്തിനെ പോലെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കല്യാണം സന്തോഷിച്ച് കണ്ട് സന്തോഷിച്ച ഒരാളാണ് അനു. നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. ഇന്ന് മുതൽ അനുവിൻ്റെ കുടുംബത്തിൽ നമ്മുടെ കോയമ്പത്തൂർ മാപ്പിള ഉണ്ടാവും. അപ്പം കോയമ്പത്തൂർ മാപ്പിളയ്ക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അനുമോൾക്കും 1000 വിവാഹ ആശംസകൾ. ഒരുപാട് വർഷം അല്ലേ, ഒരുപാട് വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്താ പറയുക ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അനുമോൾ ആൻഡ് ഭുവൻ. കല്യാണം എന്നാണ് കല്യാണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ആളുകളുള്ള ഒരു ഫംഗ്ഷൻ തന്നെ പറയാം. ഹാപ്പി മാരീഡ് ലൈഫ് ടു ഹർ.